ഓക്കെ. അതെ അതെ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ എടുത്തേ? പ്ലിന്ത് പറഞ്ഞു അല്ലേ? എന്താണ് പ്ലിന്ത്? ലോവസ്റ്റ് പാർട്ടാണ്. ഒരു സ്ട്രക്ചറിൻ്റെ ലോവസ്റ്റ് പാർട്ടിനെയാണ് എന്ത് പറയുക? പ്ലിന്ത് എന്ന് പറയുക. എന്താണ് സ്ട്രക്ചറിൻ്റെ, അതായത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ സ്ട്രക്ചറിൻ്റെ സപ്പോർട്ടിനായിട്ടുള്ള ബേസ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അടുത്ത എന്താണ് സില്ല്? സില്ല് എന്താണ്? ഹൊറിസോണ്ടൽ ബീം അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ മെമ്പർ ലൊക്കേറ്റഡ് അറ്റ് ദി ബോട്ടം ഓഫ് എ വിൻഡോ ഓർ ഡോർ. ഡോർ അല്ലെങ്കിൽ വിൻഡോയുടെ താഴെയുള്ള, അതായത് ബോട്ടം പൊസിഷനാണ് പറയുന്നത്. എന്താണ്? ഹൊറിസോണ്ടൽ ബീം ഓർ മെമ്പർ. ഹൊറിസോണ്ടൽ ബീമായിട്ടുള്ള അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ മെമ്പർ ആയിട്ടുള്ള എവിടെ ലൊക്കേറ്റ് ചെയ്യുന്ന വിൻഡോ അതുപോലെ തന്നെ ഡോറിൻ്റെ ബോട്ടം പൊസിഷനിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പാർട്സിനെയാണ് നമ്മൾ എന്ത് പറയുക? സില്ലെന്ന് പറയുക. അതുപോലെ ഡോറ് പറഞ്ഞു, എൻട്രി എക്സിറ്റ് പോയിൻറ്റ്സിലാണ് ഉണ്ടാവുക. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി, ഓവറോൾ എന്താണ്? ആർക്കിടെക്ചറൽ അപ്പിയറൻസിന് വേണ്ടി ഡോർസ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തെന്താ? വിൻഡോ. എന്താണ്? ഓപ്പണിംഗ് ഇൻ എ വാൾ. ഒരു വാളിലെ ഓപ്പണിംഗ് സ്പേസിനെയാണ് നമ്മൾ വിൻഡോ എന്ന് പറയുക. എന്താണ് ചെയ്യുന്നത്? ഒരു യൂസ് മാത്രമല്ല, എന്തൊക്കെ യൂസസ് ഉണ്ട്? നാച്ചുറൽ ലൈറ്റ്, നാച്ചുറൽ വെൻറ്റിലേഷൻ ആൻഡ് വിഷൻ. ഈ മൂന്നും ആണ് ഇമ്പോർട്ടൻറ്റ്. നാച്ചുറൽ ലൈറ്റ്, നാച്ചുറൽ വെൻറ്റിലേഷൻ ആൻഡ് വിഷൻ. അടുത്തെന്താണ്? ലിൻഡൽസ്. ഇതാ ലിൻഡൽസ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഹൊറിസോണ്ടൽ ബീം എന്ന് പറയാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ മെമ്പർ എന്ന് പറയാം. ഓപ്പണിങ്സിലാണ് കാണുക. ഡോർസിൻ്റെയും വിൻഡോസിൻ്റെയും ഒക്കെ ഓപ്പണിംഗ് സ്പേസിലുണ്ടായിരിക്കും. പിന്നെന്താണ്? സാഗിങ്. സാഗിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ലിൻഡൽസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ലിൻഡൽസ് എന്താ ചെയ്യുന്നത്? സൂപ്പർ സ്ട്രക്ചറിൽ നിന്നുള്ള ലോഡിനെ ബെയർ ചെയ്തുകൊണ്ട് വെർട്ടിക്കലായിട്ടുള്ള മെമ്പേഴ്സിലേക്ക് ലോഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അടുത്തെന്താണ്? ഫ്ലോർ. അടുത്തെന്താണ് എടുക്കാൻ പോകുന്നത്? ഫ്ലോർ. എന്താണ് ഫ്ലോർ? എന്താണ് ഒരു ഫ്ലോർ? എന്താണ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ? നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയ, ഒരു ബിൽഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയ ആണ് എന്ത്? ഒരു ഫ്ലോർ എന്ന് പറയാം അല്ലേ? ദ ലോവർ സർഫസ് ഓഫ് എ റൂം. ഒരു റൂമിൻ്റെ അല്ലെങ്കിൽ ഒരു ലിവിങ് സ്പേസിൻ്റെ, നമ്മൾ ലിവ് ചെയ്യുന്ന സ്പേസിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോർഷനാണ് എന്ത്? ഫ്ലോർ എന്ന് പറയുന്നത്. അതായത് ലോവർ സർഫസ് ഓഫ് എ റൂം ഓൺ വിച്ച് വൺ മേ വാക്ക്. എന്താണ്? നമ്മൾ നടക്കാനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ലോവർ സർഫസ് ആണ് എന്ത്? ഫ്ലോർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഫ്ലോർ എന്താണെന്നുള്ളത്? ലോവർ സർഫസ് ഓഫ് എ റൂം ഓൺ വിച്ച് വൺ മേ വാക്ക്. നടക്കാനായിട്ട് യൂസ് ചെയ്യുന്ന താഴെയുള്ള ലോവർ സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്ലോർസ് എന്ന് പറയുക. ഫ്ലോർ. ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? റൂഫ്. റൂഫിൽ നമ്മൾ പറഞ്ഞു എന്താണ്? റൂഫ് എന്തിനാ ചെയ്യുക? റൂഫ് എന്തിനു വേണ്ടി ചെയ്യുക? വെയിലും മഴയും അതുപോലെ നമ്മുടെ സെക്യൂരിറ്റിക്കും നമ്മുടെ സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? റൂഫ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ദി അപ്പർ മോസ്റ്റ് പാർട്ട് ഓഫ് എ ബിൽഡിംഗ്. എന്താണ്? നമ്മൾ ഇത്ര നേരം ലോവർ പാർട്സിനെ കുറിച്ചാണ് പറയേണ്ടായിരുന്നത്. റൂഫ് എന്താണ്? അപ്പർ മോസ്റ്റ് പാർട്ടാണ്. അപ്പർ മോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മുകളിലുള്ളത് അല്ലേ? ലോവർ എന്ന് പറയുമ്പോൾ അപ്പർ എന്താണ്? മുകളിലുള്ള ഒരു പാർട്ടാണ് എന്ത്? റൂഫ് എന്ന് പറയുന്നത്. ഹുസ് മെയിൻ ഫങ്ഷൻ ഈസ് ടു എൻക്ലോസ് ദി സ്പേസ്. എന്താണ് മെയിൻ ഫങ്ഷൻ? എന്താണ്? എൻക്ലോസ് ദി സ്പേസ്. എൻക്ലോസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? എൻക്ലോസ് മൂടി വയ്ക്കുക അല്ലെങ്കിൽ അടച്ചു വയ്ക്കുക. അതിനെയാണ് എന്ത് പറയുക? എൻക്ലോസ് ചെയ്യുക എന്ന് പറയാം. എന്താണ് ഫങ്ഷൻ? മെയിൻ ഫങ്ഷൻ ഈസ് ടു എൻക്ലോസ് ദി സ്പേസ്. നമുക്ക്
സ്പേസിനെ എൻക്ലോസ് ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? റൂഫ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ റൂഫിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്പേസിനെ എൻക്ലോസ് ചെയ്ത പ്ലേസിനെ അടച്ചു വയ്ക്കുക. ആൻഡ് ടു പ്രൊട്ടക്ട് ദി സെയിം ഫ്രം ദി എഫക്ട്സ് ഓഫ് വെതർ എലമെൻറ്റ്സ്. എന്ത് ചെയ്യുന്നുണ്ട്? അടച്ചു വയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്, എന്തും കൂടിയും ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ട് ദി സെയിം ഫ്രം, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെ? എഫക്ട്സ് ഓഫ് വെതർ. വെതർ എന്താ? കാലാവസ്ഥ. സച്ച് ആസ് റെയിൻ, വിൻഡ്, സൺ, ഹോട്ട് ആൻഡ് സ്നോ. ഏതൊക്കെ വെതറിങ് ഏജൻസീസ് നമുക്കറിയാവുന്ന വെതറിങ് എലമെൻറ്റ്സ് ഏതൊക്കെയാ? റെയിൻ, മഴ, കാറ്റ്, സൂര്യൻ്റെ പ്രകാശം, അതുപോലെ തന്നെ എന്താണ്? ഹീറ്റ്, ചൂട്, അതുപോലെ മഞ്ഞ്. ഇതിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റും ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? റൂഫ് എന്താ? അപ്പർ മോസ്റ്റ് പാർട്ട്. ഒരു ബിൽഡിങ്ങിൻ്റെ അപ്പർ മോസ്റ്റ് പാർട്ട് ആണെന്ത്? റൂഫ് വരിക. മെയിൻ ഫങ്ഷൻ എന്താണ്? എൻക്ലോസ് ദി സ്പേസ്. സ്പേസിനെ എൻക്ലോസ് ചെയ്ത് വയ്ക്കലാണ് ആര് ചെയ്യുന്നത്? റൂഫ്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നുണ്ട്? റെസിസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. വെതറിങ് എലമെൻസിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ? റെയിൻ, വിൻഡ്, സൺ, ഹീറ്റ് ആൻഡ് സ്നോ. മഴ, കാറ്റ്, സൂര്യപ്രകാശം, ചൂട്, അതുപോലെ മഞ്ഞ്. ഇതിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. റൂഫ് ക്ലിയർ അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ വെച്ച് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ പോയിൻറ്റ്സ്. ഇപ്പോൾ കമ്പോണൻറ്റ് പാർട്സ്, ഒരു ബിൽഡിങ്ങിൻ്റെ കമ്പോണൻറ്റ് പാർട്സ് ലിസ്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഓരോന്ന് എഴുതിയതിന് ശേഷം അതിൽ നിന്ന് ചിലപ്പോൾ ഒരു 5 3 എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പോൾ ഒരു കമ്പോണൻറ്റ് മനസ്സിൽ കൊണ്ടുവരിക, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആലോചിച്ച് തന്നെ എഴുതാവുന്നതുള്ളൂ അല്ലേ? എന്താണത് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്? അതിൻ്റെ പൊസിഷൻ എവിടെയാണ് വരിക? ഇപ്പോൾ ഫൗണ്ടേഷനൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ലോവർ മോസ്റ്റ് പറയും. റൂഫൊക്കെ വരുമ്പോൾ എവിടെയാണ്? അപ്പർ മോസ്റ്റ് പറയാം. ആദ്യം അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കണേന്ന് പറയാം. പിന്നെ അത് എന്ത് ഫങ്ഷനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യണതെന്ന് പറയാം. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അടുത്തെന്താണ്? പാരപ്പറ്റ്. നമ്മൾ എന്തിനാ പാരപ്പറ്റ് കെട്ടുക? എവിടെ പാരപ്പറ്റ് കെട്ടുന്ന? പാരപ്പറ്റ് വാൾസ്. പാരപ്പറ്റ് വാൾസ് കേട്ടോ. താഴേക്ക് വിടാതിരിക്കാൻ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ടെറസിലാണ് നമ്മൾ പാരപ്പറ്റ് വാൾസ് ചെയ്യുക. പാരപ്പറ്റ് വാൾസിന് നമ്മൾ എത്ര ഹൈറ്റ് കൊടുക്കും? 120, 1 മീറ്റർ, 90. നോർമലി എത്രയാണ് റേഞ്ച് വരിക? ഇവിടെ എല്ലാം വ്യത്യസ്തമായിട്ടാണ്. എന്താ? 1 ടൺ ഒന്നും കൊടുക്കില്ല. 90 ആണോ സംശയമുണ്ട്. 3 കല്ല് വെച്ചിട്ട് അധികം കാണാറ്. 60 to 80 നോർമൽ ഒരു റേഞ്ച്. എന്താ? 60 to 80. അതായത് 60 to 80 ആണ് നമ്മളൊരു റേഞ്ച് പറയുക. അതായത് ഹാൻഡ് റെയിലുകൾ, സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലുകൾ അറിയില്ലേ? സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലുകൾ, അതുപോലെ ഈ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്സ്ട്രാ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന വാൾസൊക്കെ നമ്മൾ എത്രയാണ് കൊടുക്കുക? 60 to 80. ഒരു 1 മീറ്റർ വരെയൊക്കെ ആവാറുണ്ട്. അത് ചിലർക്ക് സാഹചര്യം അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ പറയും കുറച്ചും കൂടി ഹൈറ്റ് വേണമെന്ന് പറയും. ചെറിയ കുട്ടികളുള്ള വീടുകളൊക്കെ ആണെങ്കിൽ അവർ പറയും കൂടുതൽ വേണമെന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. എന്താ റിയാസ് പറഞ്ഞേ? സിറ്റിക്കകത്തൊക്കെ 2 മീറ്റർ ആണെന്ന് പറയാം. സിറ്റിക്കകത്ത് ഫ്ലാറ്റുകൾ ചേർന്നുണ്ടാകും. അപ്പൊ ഒരു ഫ്ലാറ്റിന് അപ്പുറം കാണാതിരിക്കാൻ അത് നമ്മുടെ 120 വരും കേട്ടോ. 120 ഒക്കെ വരും. അതാ ഞാൻ പറഞ്ഞ 120 പറഞ്ഞത്. അല്ലാതെ ഞങ്ങള് വീടിന്റെ അല്ല ചെയ്യണത്, ബിൽഡിംഗിന്റെ ചെയ്യുമ്പോൾ. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ സ്ഥലത്തെ സാഹചര്യങ്ങൾ അനുസരിച്ച് അത് മാറാറുണ്ട്. നോർമൽ റേഞ്ചാണ് ഞാൻ പറഞ്ഞത്. നോർമലായിട്ട് നമ്മളുടെ വീടുകൾക്കൊക്കെ അതായത് ഓരോ സ്ഥലത്തും
ഓരോ കണ്ടീഷൻസ് ആയിരിക്കും അവർ പറയാ. ഇപ്പോൾ പറഞ്ഞ പോലെ ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതെന്തായാലും കൂടും. ഹാൻഡ് റെയിൽസിന് 80 വരെ. അതായത് ഹാൻഡ് റെയിൽസും പാരപ്പറ്റ് വാൾസൊക്കെ ഏറെക്കുറെ റേഞ്ച് എത്രയാണ് വരിക? 60 to 80 റേഞ്ച്. നമ്മൾ സ്പെസിഫിക് ആയിട്ടൊരു കാര്യം പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണോ പറയുന്നതെന്നുള്ള ഒരു ഡൗട്ട് വരും നമുക്ക്, അല്ലേ? അതായത് വൈവേലാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുക. അതായത് സിവിലുകാരായതുകൊണ്ട് തന്നെ ഈ റേഞ്ച് ചോദിക്കും അവർ. ഇത് എത്ര റേഞ്ചിലാണ് കൊടുക്കുക, ഇത് എത്ര ഹൈറ്റിൽ കൊടുക്കും, അല്ലെങ്കിൽ ഇതിന് എത്ര വിട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു ഇത് പറയാതെ റേഞ്ച് കണക്ട് ചെയ്ത് പറയാൻ നോക്കുക. അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ പറയും 1 മീറ്റർ എന്ന് പറയാം നമുക്ക്. അത് പറയാതെ എന്ത് പറയണം? 60 to 80 ഒരു റേഞ്ച് പറയാം നമുക്ക്, അല്ലേ? അല്ലെങ്കിൽ എന്ത് പറയാം? 80 to 120 പറയാം, അല്ലേ? അങ്ങനെ റേഞ്ചുകൾ പറയാം. അതിൻ്റെ ഉള്ളിൽ ഏത് റേഞ്ച് വേണമെങ്കിലും ആവാം. അത് പല കണ്ടീഷൻസ് അനുസരിച്ച് അതിൽ മാറ്റം വരും. അതായത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു റേഞ്ച് പറഞ്ഞാൽ അതിൽ മാറ്റം വരും. ഈ റേഞ്ച് പറയുമ്പോൾ എന്താണ്? ഓരോ സിറ്റുവേഷനിലും ആ റേഞ്ചിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് തന്നെ വരുള്ളൂ. അത് വൈവേലാണ് നമ്മൾ കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരിക. ഓക്കെ, സിവിലുകാരായതുകൊണ്ട് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള റേഞ്ചുകളും കാര്യങ്ങളും ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഓരോന്നിൻ്റെ ഹൈറ്റ് ആയിരിക്കും ചോദിക്കുക. ഇപ്പം നമ്മൾ ഫ്ലോർ ടു റൂഫ് വരെ എത്ര ഹൈറ്റ് വരും? 10 അടി. നോർമൽ 10 അടി. അത് 3:30 വരെ കൊടുക്കാറുണ്ട് ഇപ്പോൾ. അത് റേഞ്ച് ആക്കി പറയാം. അത് റേഞ്ച് ആക്കി പറയുമ്പോൾ എങ്ങനെ പറയാം നമുക്ക്? 10 to 11. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഫീറ്റിൽ പറയാതിരിക്കുക. നിങ്ങൾ കുറച്ചും കൂടി വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീറ്റ് ആയിരിക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. പക്ഷേ നമ്മൾ എൻജിനീയേഴ്സിൻ്റെ ലാംഗ്വേജ് ഒരിക്കലും ഫീറ്റ് അല്ല. എന്താ? മില്ലിമീറ്ററും സെന്റിമീറ്ററും ആണ് എൻജിനീയേഴ്സിൻ്റെ ലാംഗ്വേജിൽ പറയാം. ഒരിക്കലും ഫീറ്റ് നമ്മളെ എൻജിനീയേഴ്സിൻ്റെ ലാംഗ്വേജ് അല്ല. നമ്മൾ കറക്റ്റായിട്ട് ഫീറ്റില്ല. പക്ഷേ ഒരു എൻജിനീയേഴ്സ് സംസാരിക്കേണ്ടത് എന്താ? അതായത് ഞാൻ പറഞ്ഞത് അതായത് ഒരു എൻജിനീയേഴ്സ് കൊടുക്കുന്ന ലാംഗ്വേജ് അവർ യൂസ് ചെയ്യേണ്ട ലാംഗ്വേജ് എപ്പോഴും എന്താണ്? അവരുടെ ലാംഗ്വേജ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് ഒരു എൻജിനീയേഴ്സ്. അതെപ്പോഴും സൈറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈറ്റിലെ എൻജിനീയർമാർക്ക് അവരുടെ സീനിയർ എൻജിനീയേഴ്സ് കൊടുക്കുന്ന വാണിംഗ് ആയിരിക്കും. അവർ ചിലപ്പോൾ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അനുസരിച്ച് നമ്മൾ പുറത്ത് പോയാലും അത് തന്നെ യൂസ് ചെയ്യും. ഇത്ര ഫീറ്റ് എന്ന് പറയും, ഇത്ര അടി എന്ന് പറയും. പക്ഷെ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. എൻജിനീയേഴ്സ് ഒരിക്കലും അങ്ങനെ വർക്കേഴ്സിൻ്റെ പോലെയുള്ള അളവിൽ യൂണിറ്റ്സിൽ സംസാരിക്കരുത്. എൻജിനീയേഴ്സിൻ്റെ ഇതായിട്ടുള്ള ലാംഗ്വേജിൽ വേണം സംസാരിക്കാൻ. ഓക്കെ, ഒരിക്കലും ഫീറ്റിൽ പറയരുത് കേട്ടോ. എന്താണ്? പാരപ്പറ്റ് 3 മീറ്റർ മുതൽ 3:30 വരെയൊക്കെ കൊടുക്കും. അങ്ങനെയാണ് സ്ലാബിന്റെ ഹൈറ്റ്. അപ്പം അങ്ങനെ റേഞ്ച് പറയാം. ഓരോന്നനുസരിച്ച് ഇപ്പോൾ പറഞ്ഞില്ലേ, ചിലതിൽ മാറ്റം വരുന്നുണ്ട്, ഹൈറ്റ് കൂടുതൽ കൊടുക്കുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ അങ്ങനെ ഒരു റേഞ്ച് പറയാം. സ്പെസിഫിക് ചെയ്ത് നമ്മളൊരു ഇത് പറയാതെ, ഒരു വാല്യൂ പറയാതെ റേഞ്ചുകൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അതായത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ടീച്ചേഴ്സ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഐഡിയ, ഇപ്പോൾ റേഞ്ചുകൾ പറയാം. വൈവയ്ക്കൊക്കെ ചോദിക്കുന്ന സമയത്ത് റേഞ്ചുകൾ പറഞ്ഞാൽ മതി. കറക്റ്റായിട്ടൊരു വാല്യൂ പറയാതെ എന്താണ് അതിൻ്റെ ഉള്ളിലായിരിക്കും ഏറെക്കുറെ വരിക. മനസ്സിലായി? അതൊരു ട്രിക്കാണ്. നമ്മൾ കറക്റ്റായിട്ടൊരു വാല്യൂ പറഞ്ഞ് തെറ്റിക്കണേക്കാട്ടും നല്ലത് ഇങ്ങനെ ഒരു റേഞ്ച് പറയുകയാണ് നല്ലത്. ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ളൊരു ഐഡിയ. ഞാൻ ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്ത സമയത്ത് വാല്യൂസിൻ്റെ മൊത്തം വാല്യൂസാണ്. ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ ഫുള്ള് വാല്യൂസാണ്. എല്ലാത്തിനും വാല്യൂസ് കാണാണ്ട് നമ്മൾ അതിൻ്റെ റേഞ്ച് കറക്റ്റ് പറയണം. അതിപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള പീപ്പിൾസിൻ്റെ മാത്രമായിരിക്കില്ല,
ഇപ്പോൾ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ വരെ അവർക്ക് യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും, കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും, അതുപോലെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും, അവരുടെയൊക്കെ വാല്യൂസ് നമ്മളിങ്ങനെ കാണാണ്ട് പഠിക്കണം. അവരൊക്കെ യൂസ് ചെയ്യുന്ന ഓരോ സാധനങ്ങൾ, കോട്ടായാലും ചെയറായാലും ഒരു ടേബിളായാലും അവർ യൂസ് ചെയ്യുന്ന എല്ലാ സാധനത്തിൻ്റെയും വാല്യൂസ് നമ്മളിങ്ങനെ കാണാണ്ട് പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ കറക്റ്റായിട്ടുള്ള വാല്യൂസ് കാണാണ്ട് പഠിക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു റേഞ്ച് സിസ്റ്റം നിങ്ങൾ തന്നെ ഉണ്ടാക്കുക, എന്നിട്ട് പഠിക്കുക എന്നുള്ളത്. പഠിക്കാനും എളുപ്പമാണ്, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഒരു വാല്യൂ പറഞ്ഞ് തെറ്റണേക്കാട്ടും നല്ലത് ഇതുപോലുള്ള റേഞ്ചിങ് സിസ്റ്റം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കലാണ്. ഓക്കെ, എന്താണ് പാരപ്പറ്റ്? എ പാരപ്പറ്റ് വാൾ ഈസ് എ ഷോർട്ട് വാൾ. എന്താണ്? ഒരു ഷോർട്ട് വാൾ ആണല്ലേ, ലോങ് ആയിട്ടുള്ള വാളല്ല. എന്താണ്? ഒരു ഷോർട്ട് വാൾ ബിൽറ്റ് ഓൺ ടോപ്പ് ഓഫ് എ റൂഫ്. എവിടെയാണ് നമ്മൾ പാരപ്പറ്റ് വാൾ കെട്ടുക? റൂഫിൻ്റെ ടോപ്പ്, അതായത് റൂഫിൻ്റെ മുകളിലായിരിക്കും നമ്മൾ പാരപ്പറ്റ് വാൾസ് കൺസ്ട്രക്ട് ചെയ്യുക. ടു പ്രിവെൻറ്റ് പീപ്പിൾ ഓർ അനിമൽസ് ഫ്രം ഫോളിങ് ഓഫ്. എന്താണ്? എന്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന? പീപ്പിൾ അല്ലെങ്കിൽ അനിമൽസ്, എന്തും ആവട്ടെ, അത് വീഴുന്നതിന്, താഴെ വീഴുന്നതിനുള്ള പ്രിവെൻഷൻ കൊടുക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? പാരപ്പറ്റ് വാൾസ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നത്. ആ വീഴുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് പാരപ്പറ്റ് വാൾസ് നമ്മൾ കെട്ടിക്കൊടുക്കുന്നത്. സ്ക്രീൻ പോയോ? ആ. എ പാരപ്പറ്റ് വാൾ ഈസ് എ ഷോർട്ട് വാൾ ബിൽറ്റ് ഓൺ ടോപ്പ് ഓഫ് എ റൂഫ് ടു പ്രിവെൻറ്റ് പീപ്പിൾ ഓർ അനിമൽ ഫ്രം ഫോളിങ് ഓഫ്. മനുഷ്യന്മാരും അതുപോലെ മൃഗങ്ങളും റൂഫിൻ്റെ മുകളിൽ നിന്ന് വീഴാതിരിക്കാൻ വേണ്ടി റൂഫ് ടോപ്പിൽ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു ഷോർട്ട് വാളിനെയാണ് നമ്മൾ എന്ത് പറയുക? പാരപ്പറ്റ് വാൾസ് എന്ന് പറയാം. പാരപ്പറ്റ് എന്ന് പറഞ്ഞാൽ മതി, പാരപ്പറ്റ് വാൾസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, പാരപ്പറ്റ് വാൾ ഓക്കെ അല്ലേ? അടുത്ത എന്താണ് വരുന്നത്? കോപ്പിംഗ്. എന്താ കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ? കോപ്പിംഗ് അല്ലെങ്കിൽ കവറിംഗ് എന്ന് പറയാം. പറഞ്ഞു എങ്ങനെ വരുന്നത്? എന്താ? ആ, കോപ്പിംഗ് എന്നാണ് ടെക്നിക്കൽ ആയിട്ടുള്ള വേർഡ്, കോപ്പിംഗ് എന്നാണ്. അതിന് പകരം നമുക്ക് ക്യാപ്പ് ചെയ്യുക, കവർ ചെയ്യാന്നൊക്കെ പറയാം. എന്താ? ആ അതെ, വെള്ളം താഴാതിരിക്കാൻ പാരപ്പറ്റ് വോളിൽ നമ്മൾ ഇങ്ങനൊരു സ്ട്രക്ചർ ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു പരിക്കൺ പോലെ ഇടും, ഒരു സെൻറ്റർ പോർഷൻ കുറച്ച് ഹൈറ്റിൽ കൊടുക്കും. കാരണം എന്താ? വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കാതെ അതിങ്ങനെ കറക്റ്റായിട്ട് ഒഴുകി പോകാനായിട്ട്. ആ, ഒരു സ്ലോപ്പ് പോലെ അത് കറക്റ്റായിട്ട് വെള്ളം ഒഴുകി പോകാനാണ്. ഒഴുകി പോയി കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ തങ്ങി നിന്നിട്ട് എന്തുണ്ടായിരിക്കില്ല? പെനിട്രേഷൻ ഉണ്ടാവില്ല. അപ്പോൾ പെനിട്രേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി, റെയിൻ വാട്ടറിൻ്റെ പെനിട്രേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്ലോപ്പ് പോലെ ആയിരിക്കും അത് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കാം. നോർമലി ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ഫ്ലാറ്റായിട്ട് ഒരു പരിക്കനിട്ട് പോവാന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കോപ്പിംഗ് ചെയ്യാറുണ്ടോ? നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാകുമ്പോൾ ചെയ്തു കൊടുക്കാറുണ്ടോ? ബിൽഡിങ്ങിൽ ചെയ്യാറുണ്ട്. എന്താ? എന്താണെന്ന്? ബിൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യാറുണ്ട്, ബിൽഡിങ്ങിന്റെ വർക്ക്. അപ്പോൾ ഇതാണ് എന്ത്? കോപ്പിംഗ്. ഇനി കോപ്പിംഗ് അല്ലെങ്കിൽ കോപ്പിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ക്യാപ്പിംഗ് എന്ന് പറയാം. ഒരു ക്യാപ്പ് കൊടുക്കാം. അതുപോലെ എന്ത് പറയാം? കവറിങ്. ഈ 3 രീതിയും യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ടെക്നിക്കലായിട്ടുള്ള വേർഡ് കോപ്പിംഗ് എന്നാണ് പറയാം. ഇപ്പോഴും ടെക്നിക്കൽ വേർഡ്സ് യൂസ് ചെയ്യാൻ നോക്കുക. കോപ്പിംഗ്. ഓക്കെ, കോപ്പിംഗ് എന്താണെന്ന് നോക്കിയാലോ? സ്ക്രീൻ വന്നില്ലേ?
സ്ക്രീൻ ഉണ്ടല്ലോ. അല്ല, കോപ്പിംഗ് എന്നുള്ള സ്ലൈഡ് വന്നില്ലേ എന്ന് ചോദിക്കുന്നത്. ആ വന്നു. പിക്ചർ വന്നില്ല, പിക്ചർ വന്നു പോയി. കോപ്പിംഗ് എന്താ? കോപ്പിംഗ് റെഫേഴ്സ് ടു ദി ക്യാപ്പിംഗ് ഓർ കവറിംഗ് ഓഫ് എ വാൾ. ഒരു വാളിൻ്റെ കവറിംഗ് അല്ലെങ്കിൽ ക്യാപ്പ് കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. റെഫേഴ്സ് ടു ദി ക്യാപ്പിംഗ് ഓർ കവറിംഗ് ഓഫ് എ വാൾ. ഒരു വാളിൻ്റെ കവറിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക? കോപ്പിംഗ് എന്ന് പറയുക. ഓഫ്റ്റൻ മെയ്ഡ് ഓഫ് സ്റ്റോൺ, കോൺക്രീറ്റ്, ബ്രിക്ക് ഓർ മെറ്റൽ ടു പ്രിവെൻറ്റ് വാട്ടർ സീപ്പേജ് ആൻഡ് പ്രൊട്ടക്ട് ദി വാൾ ഫ്രം വെതറിങ് വൈൽ ഓൾസോ പ്രൊവൈഡിങ് എ ഫിനിഷ്ഡ് എസ്തെറ്റിക്. എന്താണ് പറഞ്ഞത്? കവറിങ് ആണെന്ന് പറഞ്ഞു. വാളിൻ്റെ കവറിങ്ങിനെയാണ് കോപ്പിംഗ് എന്ന് പറയുക. പിന്നെന്താണ്? ഏതൊക്കെ വാൾസിനെ? സ്റ്റോൺ ആയിക്കോട്ടെ, കോൺക്രീറ്റ് ആയിക്കോട്ടെ, ബ്രിക്ക്, മെറ്റൽ, എന്തും ആയിക്കോട്ടെ, അതിനെ വാട്ടർ സീപ്പേജ്, അതായത് റെയിൻ വാട്ടറിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാട്ടർ സീപ്പേജ്, അതായത് വാട്ടർ പെനിട്രേഷൻ ചെയ്ത് താഴേക്ക് ഇറങ്ങുക. അതിനെയാണ് വാട്ടർ സീപ്പേജ് എന്ന് പറയാം. അതായത് വെള്ളം തങ്ങി നിന്ന് അതിലേക്ക് ഇറങ്ങാൻ തുടങ്ങും. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഈ പാരപ്പറ്റൊക്കെ കെട്ടി നിർത്തിയിട്ടുള്ളത് കറക്റ്റായിട്ട് ആ റൂഫിൽ നിന്ന് താഴേക്ക് വെള്ളം പോകുന്നില്ലാത്ത അവസ്ഥ. അതായത് റൂഫിലിങ്ങനെ മെയിൻ റൂഫിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ എന്താ സംഭവിക്കുക? അതായത് കോൺക്രീറ്റിലേക്ക് എന്ത് വരും? റെയിൻ വാട്ടർ ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് അത് വോളിലേക്ക് വരും അല്ലേ? മൊത്തത്തിലിങ്ങനെ ഒരു നനവ് കാണാം. അതിനെയാണ് വാട്ടർ പെനിട്രേറ്റ് ചെയ്യാന്ന് പറയാം. വെള്ളം പെനിട്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഡ്രെയിനേജിൻ്റെ പൈപ്പുകൾ പോകുന്ന സ്ഥലത്ത്, വാട്ടർ പൈപ്പിൻ്റെ, പ്ലംബിങ്ങിൻ്റെ പൈപ്പുകൾ പോകുന്ന സ്ഥലത്ത് ഇതുപോലെ കാണാൻ പറ്റും. കണ്ടിട്ടുണ്ടോ? വാട്ടറിൻ്റെ പെനിട്രേഷൻ. അതില്ലാതിരിക്കാൻ വേണ്ടി, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തു കൊടുക്കുന്നത്? ഈ കോപ്പിംഗ് ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? വെതറിങ്ങിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. വെതറിങ്ങിൽ മെയിൻലി ഉദ്ദേശിക്കുന്നത് റെയിനും അതുപോലെ തന്നെ എന്താണ്? സ്നോ, മഞ്ഞിട്ടോ. മഞ്ഞാണെങ്കിലും എന്താണ്? എന്ത് വരും? വെള്ളം വരും അല്ലേ? അപ്പോൾ വെതറിങ് ഏജൻസീസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് എന്താണ്? പ്രൊവൈഡിങ് എ ഫിനിഷ്ഡ് ആസ്തെറ്റിക്. ഒരു ഫിനിഷിംഗ് ലെയർ പോലെ കോപ്പിങ്ങിനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. ഓക്കെ അല്ലേ? കോപ്പിംഗ് ഒന്നുകൂടി പറയാം. റെഫേഴ്സ് ടു ദി ക്യാപ്പിംഗ് ഓർ കവറിങ് ഓഫ് എ വാൾ. ഒരു വാളിൻ്റെ കവറിങ്ങിനെയാണ് നമ്മൾ കോപ്പിംഗ് എന്ന് പറയാം. മെയ്ഡ് ഓഫ് സ്റ്റോൺ, കോൺക്രീറ്റ്, ബ്രിക്ക്, മെറ്റൽ. എന്താ? മെറ്റൽ ആയിക്കോട്ടെ, കോൺക്രീറ്റ്, ബ്രിക്ക്, സ്റ്റോൺ ആയിക്കോട്ടെ, അതിനെല്ലാം എന്ത് ചെയ്യുന്നു? വാട്ടർ സീപ്പേജിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ വെതറിങ് ഏജൻസീസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതിനോടൊപ്പം എന്ത് കൊടുക്കുന്നുണ്ട്? ഫിനിഷ്ഡ് ആസ്തെറ്റിക്, അതായത് ഒരു ഫിനിഷിംഗ് ലെയർ ആയിട്ട് നമുക്ക് എന്തിനു യൂസ് ചെയ്യാം? കോപ്പിങ്ങിനെ കാണാം. ക്ലിയർ അല്ലേ? അടുത്തെന്താണ്? മേസൺറി യൂണിറ്റ്സ്. എന്താ മേസൺറി യൂണിറ്റ്സിൽ വരിക? ഈ മേസ്തിരിമാർ കേട്ടിട്ടില്ലേ? ആരെയും ഈ മേസ്തിരിമാരെന്ന് വിളിക്കുക? തൃശ്ശൂർ അങ്ങനെ, ഇവിടെ അങ്ങനെയാണ് വിളിക്കുക. മേസ്തിരി പണി ചെയ്യുന്നവർ അല്ലേ? മേസ്തിരിമാരാണ് ഒരു പണി എടുക്കൂല, വെറുതെ ഇരിക്കണവരല്ലേ, പണിക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, പൈസ. മേസ്തിരിമാരാരാണ്? മേസ്തിരി പണിക്കാർ ചെയ്യുന്നത്. എന്നിട്ട് അതാരാ? പറഞ്ഞിങ്ങനെ കൊടുക്കും വെറുതെ. മേസൺ പണിക്കാരെന്ന് പറയാ. അങ്ങനെ ഒരാൾ പറഞ്ഞു കൊടുക്കാനില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക അഭിലാഷ്? സത്യമാണ്, നല്ലൊരു പണി ചെയ്തിട്ടാണ്, വെറുതെ മേസ്ത്രിയാണ് പറഞ്ഞിരിക്കും. എന്ത് ചെയ്യാനാ? ഓരല്ലേ പൊളിഞ്ഞാടും. ഐഡിയകൾ മേസ്ത്രിന്റെ അടുത്താവും, പക്ഷെ പണിയൊന്നും എടുക്കൂല ആള്. ഈ മേസ്ത്രി പണിക്കാർ എന്താണ് ചെയ്യുന്നത്? ബ്രിക്ക് വർക്ക് അല്ലേ? സ്റ്റോൺ ആയിക്കോട്ടെ, ബ്രിക്ക് വർക്ക് ആയിക്കോട്ടെ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ മേസ്തിരിമാരെന്ന് പറയുക, മേസൺ പണിക്കാർ.
അല്ലേ? എന്താണ് വോൾസ് ആണ് മേസൺറി യൂണിറ്റ്. എന്താ സീനിയർ വർക്കർ ആയിരിക്കും പറയാ മേസ്ത്രി എന്ന് പറയുമ്പോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അതെ, ഒരാളുടെ നിയന്ത്രണത്തിൽ പോണമല്ലോ, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ 4 ഭാഗത്തും ബംഗാളികൾ വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീട് വേറെ രൂപത്തിലായിരിക്കും. വീട്ടുകാരോട് കോൺക്രീറ്റുകാര് പറയും മേസന്മാരെ കുറ്റമെന്ന് പറയും. അങ്ങനെ വീട്ടുകാർക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ഒരാളുടെ കീഴിൽ പോകുമ്പോ അയാളുടെ നിയന്ത്രണത്തിന് എല്ലാവരും വരും. അതെ, പണിയെടുത്തൊന്നും ഉണ്ടാവാതൊക്കൊന്നുമില്ലല്ലോ. അല്ല, ഒരു മേസ്ത്രി അല്ലെങ്കിൽ ഒരു ഫോർമാൻ എപ്പോഴും ഒരു കാര്യത്തിന് നല്ലതാണ്, എപ്പോഴും അയാളുടെ കീഴിലാവും. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ സൈറ്റ് എഞ്ചിനീയേഴ്സും അതന്നെയല്ലേ ചെയ്യുന്നേ, സൂപ്പർവൈസർമാര്. അതാണ് നമ്മളതിന് പണിക്കാരല്ലോ. ഇയാൾ പണിക്കാരനാവും ചെയ്യും. ഇയാൾക്ക് 1500 രൂപയും ബാക്കി പാവങ്ങൾ പണിയെടുക്കുന്നവർക്ക് 800 രൂപയും. ഇയാൾ ഒരു ഐഡിയ മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ. ആ ഐഡിയ ഇപ്പൊ ആ പയ്യനെ ഉണ്ടാവും ചിലപ്പോ ബംഗാളിക്കും. ബംഗാളിക്ക് 800 കിട്ടും, അയാൾക്ക് 1200 കിട്ടും. അതെ, ഇതൊക്കെ നാട്ടിൽ നടപ്പില്ല, എന്ത് ചെയ്യാനാ? ചെയ്യാൻ പറ്റൂല, പറഞ്ഞിട്ട് കാര്യമില്ല. അതെ. അപ്പൊ എന്താണ് മേസൺറി യൂണിറ്റ് എന്ന് പറഞ്ഞ? വോള് അല്ലേ? സ്റ്റോൺ ആയിക്കോട്ടെ, ബ്രിക്ക് ആയിക്കോട്ടെ, മേസൺറി യൂണിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വാൾസ് ആണ്. വാൾസ് നമ്മൾ എന്തിനാ വാൾസ് കെട്ടുന്നേ? വാൾസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്തിനാ? തണുപ്പൊന്നും ചൂടൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. നമ്മുടെ പ്രൊട്ടക്ഷൻ, സേഫ്റ്റി ഉണ്ട്, പ്രൈവസി ഉണ്ട്. മെയിൻലി എന്താണ്? ഒരു ബിൽഡിങ്ങിനെ പാർട്ടീഷൻ ചെയ്യുന്നത് വാൾസ് ആണ് അല്ലേ? അപ്പോൾ ഈ വോളില്ലാന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? അതൊരൊറ്റ ലാർജ് സ്പേസ് ആയിട്ടിരിക്കും. ആ ലാർജ് സ്പേസിനെ പാർട്ടീഷൻ ചെയ്ത് ഓരോ, ഇപ്പോൾ റൂമായിരിക്കാം അല്ലെങ്കിൽ കിച്ചൺ, അതുപോലെ ഡിവൈഡ് ചെയ്യുന്ന ാണ് ആര് ചെയ്യുന്നത്? വോള് ചെയ്യുന്നത് അല്ലേ? വോളില്ലാതെ അത് നടക്കില്ല അല്ലേ? ഒരു പാർട്ടീഷൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു വാള് വേണം. അല്ലെങ്കിൽ അത് എന്ത് പറ്റും? ഒരു ലാർജ് സ്പേസ് ആയിട്ട് കിടക്കും. അതുപോലെ തന്നെ ഒരു ഡോർ വെക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വിൻഡോ വെക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വാള് വേണം. വോളും വിൻഡോയും എയറിൽ നിൽക്കില്ലല്ലോ. ഒരു പാർട്ടീഷൻ വേണം. ആ പാർട്ടീഷൻ ചെയ്യാനായിട്ട് ഹൈറൈസ് ബിൽഡിങ്ങിലൊക്കെ ബ്ലോക്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല, കംപ്ലീറ്റ് ജിപ്സ് ആണ് ഉപയോഗിക്കുന്നത്. ജിപ്സം ബോർഡ് വെച്ചിട്ടുള്ള പാർട്ടീഷൻ വോൾ. അത് പാർട്ടീഷൻ വോൾ, അതായത് ഓരോ മെറ്റീരിയൽസ് വെച്ച് നമുക്ക് പാർട്ടീഷൻ ചെയ്യാം. ജിപ്സം ബോർഡ് വെച്ചിട്ട് ചെയ്യാം, ബ്രിക്ക് തന്നെ ചെയ്യാം, ബ്രിക്ക് കൊണ്ട് തന്നെ ചെയ്യാം. ജിപ്സം എന്നൊക്കെ പറയുമ്പോൾ സൗണ്ട് പ്രൂഫും കാര്യങ്ങളൊക്കെയാണ് കുറച്ചും കൂടി. ഇപ്പോൾ കുറച്ചും കൂടി ഓഫീസ് റൂമുകളിലൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ ജിപ്സ് ആയിരിക്കും കൂടുതൽ കാണുക. അതുപോലെ ഗ്ലാസും സൗണ്ട് പ്രൂഫ് ഒക്കെ ആയിട്ടുള്ളത്. അപ്പൊ നോക്കാം. എന്താ? പാർട്ടീഷൻ പോലെ ഓരോ സാഹചര്യത്തിലും ഓരോന്നായിരിക്കും. ഇപ്പൊ പറഞ്ഞ പോലെ വെയിറ്റ് ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അതുപോലെ കോസ്റ്റും നോക്കും, അതുപോലെ തന്നെ ആ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി നോക്കും മെയിനായിട്ട് കേട്ടോ. പാർട്ടീഷൻ വോളിൻ്റെ ഒക്കെ എന്താണ് മേസൺറി യൂണിറ്റ്സിൽ വരുന്നത്? ബിൽഡിംഗ് യൂണിറ്റ്സ് ലൈക്ക് ബ്രിക്സ്, സ്റ്റോൺസ്. എന്താണ് ബിൽഡിംഗ് യൂണിറ്റ്സ്? ഏതൊക്കെയാണ്? ബ്രിക്കും സ്റ്റോണും. വേറെ യൂണിറ്റ്, അതാണ് എക്സിട്ര കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ പറഞ്ഞ പോലെ പലതും പറയാം. ബോണ്ടഡ് ഇൻ മോട്ടാർ ഈസ് കോൾഡ് മേസൺറി. എന്താണ്? മോട്ടാർ വെച്ച് ബ്രിക്സിനെ ബോണ്ട് ചെയ്തിട്ടുള്ളതിനെയാണ് എന്ത് പറയുക? മേസൺറി യൂണിറ്റ്സ് എന്ന് പറയുന്നത്. വാൾസ്, കോളംസ് ആൻഡ് അതർ ബിൽഡിംഗ് പാർട്സ് ആർ കൺസ്ട്രക്റ്റഡ് ഇൻ മേസൺറി വർക്ക്. എന്തൊക്കെ പണിയും? വാൾസ് പണിയാം, കോളംസ് പണിയാം, ആൻഡ് അതർ ബിൽഡിംഗ് പാർട്സ്. ഏതൊക്കെ പണിയാം മേസൺറി യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ? വാൾസ്, കോളംസ് പണിയാം, സ്റ്റെപ്പുകൾ പണിയാം, റാമ്പ്, അതുപോലെ ബിൽഡിങ്ങിൻ്റെ പാർട്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മേസൺറി യൂണിറ്റ്സ് വെച്ച് ചെയ്യാൻ പറ്റും. ഇതുപോലെ പാരപ്പറ്റ് വോളൊക്കെ പറഞ്ഞതുപോലെയുള്ള മേസൺറി യൂണിറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും.
walls, columns and other building parts are constructed in masonry work. masonry work ഉപയോഗിച്ചിട്ട് വാൾസും കോളംസും അതുപോലെയുള്ള ബിൽഡിംഗ് പാർട്സുകൾ കൺസ്ട്രക്റ്റ് ചെയ്യാറുണ്ട്. masonry with stone units is called stone masonry and brick units is called brick masonry. എന്താണ്? സ്റ്റോൺ ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? സ്റ്റോൺ masonry എന്ന് പറയും. ഇനി ബ്രിക്കാണ് നമ്മൾ യൂണിറ്റായിട്ട്, അതായത് മേസൺറി യൂണിറ്റായിട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എന്ത് പറയും? ബ്രിക്ക് മേസൺറി എന്ന് പറയും. ക്ലിയർ അല്ലേ? സ്റ്റോൺ ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റോൺ മേസൺറി എന്ന് പറയും. ബ്രിക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ബ്രിക്ക് മേസൺറി. സ്റ്റോണിന് ഏതൊരു എക്സാമ്പിൾ പറയാം? സ്റ്റോൺ മേസൺറി. ഇവിടെയാണ് സ്റ്റോൺ ചെയ്യാൻ നമ്മൾ ബേസ്മെന്റ് ഒക്കെ പറയുന്നത്. സ്റ്റോൺ കൊണ്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. സ്റ്റോൺ വോളായിട്ട് പറയും. എന്താ? അത് ടൈപ്പാണ് പറഞ്ഞത്. സ്റ്റോണിന്റെ ടൈപ്പാണ് ലാറ്ററൈറ്റ്. റബിൾ മേസൺറി, റാൻഡം റബിൾ മേസൺറി, റബിൾ കോസ്റ്റ് മേസൺറി, അങ്ങനെ കുറേ മേസൺറീസ് ഉണ്ട്. നമ്മൾ മേസൺറിയിൽ പഠിക്കാം കേട്ടോ. മേസൺറി ഇതിൽ വരുന്ന തന്നെ, ഈ മൊഡ്യൂളിൽ വരുന്നത് തന്നെ ഒരു ടോപ്പിക്കാണ് മേസൺറി. അതിൽ പഠിക്കാനുണ്ട്. അപ്പം എന്താണ് മേസൺറി യൂണിറ്റ്സിൽ ഇത്രയാണ് വരുന്നത്. ബ്രിക്ക്, സ്റ്റോണ്, മോട്ടാർ വെച്ച് ബോണ്ട് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? മേസൺറി യൂണിറ്റ്സ് എന്ന് പറയുക. വാൾസ്, കോളംസ് അതുപോലെയുള്ള ബിൽഡിംഗ് പാർട്സ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മൾ മേസൺറി യൂണിറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്? സ്റ്റോൺ ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോൺ മേസൺറി എന്ന് പറയും. ഇൻ കേസ് ബ്രിക്കാണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ എന്ത് പറയും? എന്ത് പറയും? ബ്രിക്ക് മേസൺറി. ക്ലിയർ അല്ലേ? അടുത്ത എന്താണ്? സ്റ്റെയേഴ്സ് ആൻഡ് ലിഫ്റ്റ്. ഇതിൽ കൂടെ എന്തുകൂടി വേണേൽ ചേർക്കാം? എന്താ എന്താ ഡൗട്ടാണോ ചോദിച്ചേ? അതിന്റെ പേണോ? എന്നാ അടുത്ത ടോപ്പിക് കൂടി എടുത്തിട്ട് ഇന്ന് അവസാനിപ്പിക്കുന്നുള്ളൂ. എന്താണ്? സ്റ്റെയേഴ്സ് ആൻഡ് ലിഫ്റ്റ്. എന്താ? സ്റ്റെയറും ലിഫ്റ്റും. എന്തിനാണ് നമ്മൾ സ്റ്റെയർ അല്ലെങ്കിൽ ലിഫ്റ്റ് ഒക്കെ യൂസ് ചെയ്യുക? ഇത് വായിച്ചു നോക്കാണ്ട് പറയും. എന്തിനാണ് നമ്മൾ സ്റ്റെയർ യൂസ് ചെയ്യുക? മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് സ്റ്റെയർ യൂസ് ചെയ്യുക. ഇറങ്ങാനും. കയറിയ മാത്രം പോരല്ലോ, ഇറങ്ങും വേണം. അതുപോലെ ലിഫ്റ്റ് എന്തിനാണ്? ഇതുപോലെ മുകളിലേക്ക് കയറാനും താഴേക്ക് ഇറങ്ങാനും അല്ലേ സ്റ്റെയറുകൾ യൂസ് ചെയ്യുന്നത്? അതിനാണ്. അതിന് നമുക്ക് എങ്ങനെ പറയാം? ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ പോലെ, ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലേക്കുള്ള പാസേജ് വേനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റെയർ അല്ലെങ്കിൽ ലിഫ്റ്റ് എന്ന് പറയാം. അതുപോലെ എന്തും കൂടി പറയാം? എസ്കലേറ്റർ അല്ലേ? എസ്കലേറ്ററും ചെയ്യുന്നത് ആ ഒരു സെയിം പർപ്പസ് തന്നെയല്ലേ? ആ സെയിം ഫങ്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. സ്റ്റെയറും ലിഫ്റ്റും ചെയ്യുന്ന ആ സെയിം പർപ്പസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? എസ്കലേറ്റേഴ്സും ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം എന്താണ് സംഭവം മനസ്സിലായല്ലോ? സ്റ്റെയേഴ്സ് എന്നാണ് പറഞ്ഞ് നോക്കാം. സ്റ്റെയേഴ്സ്, ലിഫ്റ്റ്. ഒന്ന് മ്യൂട്ടാക്കോ? ഒന്ന് മ്യൂട്ടാക്കോ? സ്റ്റെയേഴ്സ്, ലിഫ്റ്റ്, ലാഡേഴ്സ്, എസ്കലേറ്റേഴ്സ് എക്സെട്ര. ലാഡർ കൂടി വരുന്നുണ്ട് കേട്ടോ, ഏണിയും എക്സെട്ര ആർ യൂസ്ഡ് ടു എഫേർട്ട് ആക്സസ് ടു വേരിയസ് ഫ്ലോർസ് ഓഫ് എ ബിൽഡിംഗ്. ഒരു വേരിയസ് ഫ്ലോർസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലേക്കുള്ള ആക്സസിനെയാണ് നമ്മൾ എന്ത് പറയുക?
സ്റ്റെയർ അല്ലെങ്കിൽ ലിഫ്റ്റ്, ഈ പറഞ്ഞ പോലെ ലാഡർ, എസ്കലേറ്റർ എന്നൊക്കെ പറയാം. സ്റ്റെയേഴ്സ് ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ്. ഇതിൽ ഏതാണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുക? വീടുകളിലൊക്കെ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? സ്റ്റെയേഴ്സ് ആണ് യൂസ് ചെയ്യുക അല്ലേ? ആ. പിന്നെ ലിഫ്റ്റ് ഏറ്റവും കൂടുതൽ എവിടെ യൂസ് ചെയ്യുക? ആ, ബിൽഡിങ്സിൽ, അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള ബിൽഡിങ്സിൽ നമ്മൾ കൂടുതൽ എന്താണ് ലിഫ്റ്റുകളാണ് യൂസ് ചെയ്യുക. എസ്കലേറ്റേഴ്സ് എവിടെയായിരിക്കും ഉണ്ടാവുക? ആ, മാളുകളിൽ. ആ, ക്ലിയർ അല്ലേ? നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് സ്റ്റെയർ ആണ്. എ സ്റ്റെയർ ഈസ് ദി സ്ട്രക്ചർ ഓഫ് സീരീസ് ഓഫ് സ്റ്റെപ്സ്. എന്താണ് ഒരു സ്റ്റെയർ എന്ന് നമ്മൾ എന്താ പറയുക? സീരീസ് ഓഫ് സ്റ്റെപ്പുകൾ. സീരീസിൻ്റെ മലയാളം എന്താ പറയുക? നിര, വരി എന്നൊക്കെ പറയും. ഒന്നിനൊന്നായിട്ട് സീരീസ്, അതായത് സ്റ്റെപ്പുകളെ നിരത്തി വെച്ചിരിക്കുക, നിരനിരയായിട്ട് വെച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? അങ്ങനെ നിരനിരയായിട്ട് വെച്ചിട്ടുള്ള ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റെയർ എന്ന് പറയുക. കണക്റ്റിംഗ് വൺ ഫ്ലോർ ടു അനദർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോർ ടു ഫ്ലോർ എന്ന് പറയാം. കണക്റ്റിംഗ് വൺ ഫ്ലോർ ടു അനദർ, ഒരു ഫ്ലോറിനെയും മറ്റൊരു ഫ്ലോറിനെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റെയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ടിമ്പർ, സ്റ്റോൺ, ബ്രിക്ക്, സ്റ്റീൽ, റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എക്സെട്ര. എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കാം ഈ സ്റ്റെയർ എന്ന് പറയുന്നത്? ടിമ്പർ ഉണ്ടായിരിക്കും, ആ, സ്റ്റോൺ, ബ്രിക്ക്, സ്റ്റീൽ, റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഒക്കെ, ഇതൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? എക്സെട്ര. ഇതൊക്കെ വെച്ച് നമുക്ക് സ്റ്റെയർ കൺസ്ട്രക്റ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? നമ്മൾ സ്റ്റെയർ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് സ്റ്റെയർ നമ്മൾ എന്തിനു യൂസ് ചെയ്യാൻ നോക്കുക? എന്തിനാണ്? ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലേക്കുള്ള ആക്സസ് ആണ് എന്ത്? സ്റ്റെയർ എന്ന് പറയുന്നത്. നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുക സ്റ്റെയർ ആണ്. പിന്നെന്താണ്? സീരീസ് ഓഫ് സ്റ്റെപ്പുകളുടെ സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്റ്റെയർ എന്ന് പറയുക. സ്റ്റെയർ കേഴ്സ്, എന്താണ് സ്റ്റെയർ കേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്താ സ്റ്റെയർ കേഴ്സ്? സ്റ്റെയർ കേസ് എന്ന് പറയില്ലേ? ആ, അതുപോലെ സ്റ്റെയർ എവിടെയാണ് ഇരിക്കുന്നത് അതിനെ നമ്മൾ എന്തും കൂടിയും പറയും? സ്റ്റെയർ റൂം എന്ന് പറയും. സ്റ്റെയർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതിനെ നമ്മൾ എന്തും കൂടി പറയും? സ്റ്റെയർ റൂം എന്നും കൂടിയും പറയും കേട്ടോ. അതൊക്കെ എക്സ്ട്രാ ആണ്, നിങ്ങൾ ഓർമ്മയൊക്കെ വരുന്നുണ്ടെങ്കിൽ എഴുതാം. സ്റ്റെയർ ഈസ് ദി സ്ട്രക്ചർ ഓഫ് സീരീസ് ഓഫ് സ്റ്റെപ്പ്. സ്റ്റെപ്പുകൾ സീരീസ് ആയിട്ട് നിരത്തി വെച്ചിരിക്കുന്ന അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്റ്റെയർ എന്ന് പറയാം. കണക്റ്റിംഗ് വൺ ഫ്ലോർ ടു അനദർ, ഒരു ഫ്ലോറിനെയും മറ്റൊരു ഫ്ലോറിനെയും നമ്മൾ കണക്റ്റ് ചെയ്യുന്ന ഒന്നാണ് എന്ത്? സ്റ്റെയർ കേട്ടോ. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ടിമ്പർ, സ്റ്റോൺ, ബ്രിക്ക്, സ്റ്റീൽ, റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. നമ്മൾ സാധാരണ സ്റ്റെയറുകൾ ഏതൊക്കെ മെറ്റീരിയൽ കണ്ടിട്ടുണ്ടോ അതൊക്കെ എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ? വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ടോപ്പിക് എന്താ? ഓക്കെ, ഗുഡ് നൈറ്റ്.